എന്താ ഈ നായ സംഭവിച്ച കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുക്കുകയാണ്. അപ്പൊ പൂവൻകോഴി പറയാം, അയാൾ എന്തൊരു മണ്ടനാ, ഇവിടെ 50 എണ്ണത്തിന് ഞാൻ നോക്കുന്നില്ലേ, ആ മൾബറിയുടെ വടി വെട്ടിട്ട് നല്ല 4 എണ്ണം കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. ഉടനെ ഇത് കേട്ട യജമാന് നല്ല ഒരു ഐഡിയ കിട്ടി. അയാൾ മൾബറിയുടെ ഒരു വടി അങ്ങ് വെട്ടി പെണ്ണുമ്പിള്ളിയും വിളിച്ചിട്ട് റൂമിന്റെ അകത്ത് കയറി. അവസാനം അയ്യോ എനിക്ക് രഹസ്യം കേൾക്കണ്ടേന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി ഓടുന്നവരെ അങ്ങോട്ട് തല്ലി. അപ്പോ മന്ത്രി പറഞ്ഞു, ഇതേപോലെ നിനക്ക് 4 കിട്ടിയാലേ നീ നേരെയാവുള്ളൂ എന്ന് പറഞ്ഞു. ഷഹറാസാദിന് ഇതൊക്കെ എന്ത്? ഷഹറാസാദ് പറഞ്ഞു, അതൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഞാൻ തീരുമാനിച്ചു, എനിക്ക് അവിടെ ചെന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ശരി, ഇതാണ് വിധിയെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മന്ത്രി ഷഹറാസാദിനെയും കൂട്ടിയിട്ട് ഷഹരിയാനെ കാണാനെത്തി. അപ്പൊ ഷഹരിയാൻ ചോദിച്ചു, മന്ത്രി ഇന്നത്തെ പെൺകുട്ടി റെഡി ആയില്ലേ? ഇതാ റെഡിയായി എന്ന് പറഞ്ഞിട്ട് മന്ത്രിയുടെ പുറകിൽ നിന്ന് ഷഹറാസാദ് വരികയാണ്. അപ്പോ രാജാവിനെ കണ്ട ഉടനെ ഷഹറാസാദ് ഇങ്ങനെ നിലവിളിക്കാൻ തുടങ്ങി. അപ്പൊ ചോദിച്ചു, എന്തിനാ നീ ഇങ്ങനെ നിലവിളിക്കുന്നത്? അപ്പൊ പറഞ്ഞു, എനിക്ക് ഒരു അനിയത്തിയേ ഉള്ളൂ, എനിക്ക് എന്റെ അനിയത്തിയോട് യാത്ര പറയണം, ഞാൻ യാത്ര പറയാതെയാണ് വന്നത്. ശരി, രാജാവ് ഇപ്പൊ എന്ത് ചെയ്തു, ആളെ അയച്ചിട്ട് ദുനിയാസാദിനെ കൊണ്ടുവന്നു. അപ്പോ അങ്ങനെ ദുനിയാസാദും കൊട്ടാരത്തിലുണ്ട്. അന്ന് രാത്രി ദുനിയാസാദ് ആദ്യമേ മണിയറയിൽ പോയിട്ട് ഒരു മൂലയ്ക്ക് അങ്ങാണ്ട് കിടന്നുറങ്ങി. ഇതിൽ വേറൊന്നും ചോദിക്കരുത് എന്നോട്. അത് കഴിഞ്ഞ് അന്ന് രാത്രി ഷഹറാസാദിന്റെ കന്യകത്വം നമ്മുടെ ഷഹരിയാൻ അപഹരിച്ചു. നേരം വെളുക്കാൻ ഇനി ഒരുപാട് സമയം ബാക്കിയുണ്ട്. അപ്പോ ദുനിയാസാദ് എഴുന്നേറ്റു. ദുനിയാസാദ് പറഞ്ഞു, ചേട്ടത്തിക്ക് ഒരുപാട് കഥകൾ അറിയാലോ, ബോറടിക്കുന്നു, നേരം വെളുക്കാൻ ഇനിയും സമയമുണ്ട്, എന്തെങ്കിലും ഒരു കഥ പറയൂ. അപ്പോ ഷഹറാസാദ് ഷഹരിയാനോട് പറയണം, രാജാവിനോട് പറയണം, രാജാവ് സമ്മതിച്ചാൽ ഞാൻ കഥ പറയാം. അപ്പൊ രാജാവ് വിചാരിക്കുക, എന്തായാലും രാവിലെ സൂര്യൻ ഉദിച്ചതിന് ശേഷം ഇതിനെ കൊല്ലാൻ പറ്റുള്ളൂ, അതുവരെ എന്തെങ്കിലും കഥയൊക്കെ പറഞ്ഞിരിക്കുക എന്ന് പറഞ്ഞിട്ട് ആളോട് കഥ പറയാൻ പറഞ്ഞു എന്ന് പറയണം. അങ്ങനെ ദുനിയാസാദ് 1001 കഥകളിലെ ആദ്യത്തെ കഥ പറയാൻ തുടങ്ങുകയാണ്.